അടക്കം 4 കിടക്ക, ജീവൻ രക്ഷാമരുന്നുകൾ, അങ്ങനെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണ് CPM സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുള്ള ഡോക്ടർ ചെഗ്വേരാസ് മെഡിക്കൽ സ്ക്വയർ. കൊല്ലം ജില്ലയിലെ പ്രധാന നേതാവായിരുന്ന N. ശ്രീധരന്റെ സ്മരണാർത്ഥമുള്ള NS ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഹോമിയോപ്പതി, അലോപ്പതി, സിദ്ധ, ആയുർവേദ തുടങ്ങിയ ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി ഇവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് കണ്ടുവരാം. NS സഹകരണ ആശുപത്രിയും NGOയും KGNA സംഘടനകൾ സംയുക്തം നടത്തുന്നൊരു സംരംഭമാണിത്. എമർജൻസി ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ട്രയാജയിലേക്ക് ചെല്ലും. അപ്പോൾ അവർക്ക് GRBSO അല്ലെങ്കിൽ പ്രഷറൊക്കെ നോക്കും. ഓക്കെ ശേഷം നമുക്ക് ഏതാണ് കൺസൾട്ടൻ്റ് വെച്ചാൽ ഏത് സെക്ഷനെന്ന് വെച്ചാൽ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അവിടെ ഡോക്ടേഴ്സ് കാണുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഫാർമസിയിലേക്ക് ചെല്ലും. മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ സമ്മേളന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഹോസ്പിറ്റൽ ക്രമീകരിച്ചിരിക്കുന്നത്. NS ആശുപത്രി വളരെ പ്രതിനിധികൾക്ക് വേണ്ടി വളരെ സുസ്ഥിരമായ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. ഒരു ആശുപത്രിയിൽ എത്തിയാൽ ഉണ്ടാവുന്ന എല്ലാ പരിചരണവും ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1500 ചതുരശ്ര അടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന താൽക്കാലിക ആശുപത്രിയിലേക്ക് സമ്മേളന പരിസരത്ത് നിന്ന് രോഗികളെ എത്തിക്കാൻ 2 ICU ആംബുലൻസുകളടക്കം 3 ആംബുലൻസുകളും വീൽ ചെയറുകളും ട്രോളിയുമടക്കം പരിപൂർണ സജ്ജമാണ് ഡോക്ടർ ചെഗുവേര ഹോസ്പിറ്റൽ. മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ തുടങ്ങിയ 4 വിഭാഗങ്ങളുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. 15 ഡോക്ടർമാരടക്കം 36 ജീവനക്കാർ രാവിലെ 8 മുതൽ രാത്രി 9 വരെ ഇവിടെ സേവന സജ്ജരാണ്. സമ്മേളന നടത്തിപ്പിന്റെ ഭാഗമായുള്ള മെഡിക്കൽ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സ്ക്വയർ തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാ മേഖലകളിലും എത്തപ്പെടണം, പ്രചരണം മാത്രമല്ല സേവനം അടക്കം എത്തപ്പെടണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാധാരണ പോലെ വിവിധങ്ങളായ കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ സബ് കമ്മിറ്റി. മെഡിക്കൽ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനവും സാധാരണ സമ്മേളനങ്ങളിൽ നിന്നും വിഭിന്നമായ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ, ഗ്രാമങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. സാധാരണ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ പോകാറില്ല. ഇത് 4 സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, ഒന്ന് ഞങ്ങൾ ഓർത്തോ, അതുപോലെ തന്നെ ENT, കാർഡിയോളജി, ഓങ്കോളജി അടക്കം അങ്ങനെ 4 വിഭാഗത്തിലുള്ള ഡോക്ടർമാർ, പ്രശസ്തരായ ഡോക്ടർമാരുടെ കൂടി സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. 15 ഡോക്ടർമാരുണ്ട്. ജീവനക്കാർ എല്ലാം കൂടെ ചേർത്ത് 36 പേരാണ്. ഒരേ സമയം 2 ഷിഫ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അറ്റ് എ ടൈം 36 പേർ സേവനം നൽകാൻ വേണ്ടി സജ്ജരാണ്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള സംവിധാനങ്ങളുണ്ട്. കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ജനറൽ ഫിസിഷ്യൻ ഉണ്ട്. എല്ലാവരും ഈ ക്യാമ്പിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. മൊബൈൽ ICU ആംബുലൻസുകളുണ്ട്, വെന്റിലേറ്റർ സൗകര്യം അടക്കമുണ്ട്. ഈ 1500 പേർ പ്രതിനിധികളും വോളണ്ടിയേഴ്സും അടക്കം 1500 പേർക്ക് എല്ലാ മെഡിക്കൽ സഹായം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഞങ്ങളുടെ പ്രതിനിധി സഖാക്കൾ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകളിലും മെഡിക്കൽ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺകോൾ രാത്രികാല സർവീസ് അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സമ്മേളന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു സംവിധാനത്തോട് മെഡിക്കൽ സഹായം നൽകുന്നത്. ദക്ഷിണ കേരളത്തിലെ തന്നെ ആദ്യത്തെ കോപ്പറേറ്റീവ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് NS മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 1985 അന്തരിച്ച കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ N. ശ്രീധരന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച NS ആശുപത്രിയും നാഷണൽ ഹെൽത്ത് മിഷൻ, NGO യൂണിയൻ, KGNA, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ, EMS സഹകരണ ആശുപത്രി, പ്രോഗ്രസീവ് ഹോമിയോപ്പതീസ് ഫോറം, സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ, KPPA, KMSRA തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ഡോക്ടർ ചെഗുവേരാസ് മെഡിക്കൽ സ്ക്വയർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ മെഡിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്തതാണ്. കാരണം ഡോക്ടർ ചെഗുവേരയുടെ പേരിലാണ് ഇപ്പോൾ സെൻറ്റർ സ്ഥാപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ അമേരിക്കൻ ചരിത്രം വർത്തമാനം അടങ്ങുന്ന ഒരു പുസ്തകം, റെസ്പോൺസ് ബുക്സ്, ദേശാഭിമാനിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ തയ്യാറാക്കിയൊരു പുസ്തകമുണ്ട്. അത് ഞങ്ങൾ എല്ലാ പ്രതിനിധികൾക്കും ഡോക്ടർ ചെഗുവേര എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ അമേരിക്കൻ ചരിത്രം എന്താണ്, അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്നൊരു പുസ്തകമുണ്ട്. അത് ഞങ്ങളുടെ മെഡിക്കൽ കമ്മിറ്റിയുടെ പൊതു ആശയമാണ്. അതെല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നുണ്ട്.
ഏതായാലും ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ചികിത്സ മാത്രമല്ല, ഒപ്പം ഒരു പുസ്തകം കൂടി ലഭ്യമാകും. ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രവും വർത്തമാന രാഷ്ട്രീയവും ചേർത്ത് വെച്ച ഒരു പുസ്തകം കൂടിയാണത്. ഇവിടെ ഭാരവാഹികളൊക്കെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ സജ്ജമാണ് ഈ സമ്മേളന നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ്. ക്യാമറമാൻ പ്രകാശ ശിവന്തകിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.